ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മരണം മൂലം നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന ഏലിയാമ്മച്ചിയെടുത്തേക്ക് വേണ്ടിയുള്ള ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കുടുംബത്തോടും പരേതയോടുമുള്ള നമ്മുടെ സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുക്കാം. അനന്തമിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അന്തിമ ദിവസമുയർപ്പേകും വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേൻ. മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പായേ നൽകണമേ നിത്യായുസി. പരമോന്നതമാം പരിവേഷം ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവാധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മെശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും.
നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സഹോദരീ സഹോദരന്മാരെ, ഒരു കുടുംബനാഥയുടെ മരണം മൂലമുള്ള വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന മക്കളോടും ജീവിത പങ്കാളിയോടും ഈ ഇടവകയുടെ നാമത്തിലുള്ള അനുശോചനം ആദ്യമേ അറിയിക്കുകയാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വിളക്കും ആശ്വാസവുമാണ്. പള്ളിക്കൂടമൊക്കെ വിട്ടുവരുമ്പോൾ അമ്മ വീട്ടിലുണ്ടെങ്കിൽ മക്കൾക്ക് വലിയ ആനന്ദമാണ്. കാരണം അമ്മ എപ്പോഴും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉറവിടവും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനക്കാരിയുമാണ്. അപ്പന് സ്നേഹമില്ലെന്നല്ല അതിന്റെ അർത്ഥം. പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അപ്പന്മാര് സാധാരണ പിന്നോക്കമായിരിക്കും. അമ്മയുടെ സാന്നിധ്യം മക്കൾക്ക് എപ്പോഴും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അക്കാരണത്താൽ തന്നെ പ്രായം എത്രയായാലും അമ്മയുടെ മരണം മക്കൾക്ക് താങ്ങാനാവുന്നതല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്, പ്രത്യാശയില്ലാത്ത വിജാതീയരെ പോലെ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. കാരണം മരണം എന്ന കവാടത്തിലൂടെ കടന്നു പോകാതെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസമ്മാനം കരഗതമാക്കുവാൻ സാധിക്കുകയില്ല. ഈ ഭൂമിയിലെ വെറും വാടകക്കാരായ നമ്മൾ ദൈവം നിശ്ചയിച്ച കാലാവധി ദൈവം തന്ന കഴിവനുസരിച്ച് ജീവിച്ചു തീർത്ത് ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗീയ സമ്മാനത്തിനായി പോകുന്ന അവസരമാണ് മരണം എന്ന് പറയുക. ശാരീരികമായ ഒരു വിടുതൽ ആവശ്യമാണ് ആത്മാവായിരിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേരുവാൻ. അതാണ് മരണം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ക്രിസ്തീയ വീക്ഷണത്തിൽ ഓരോ മരണത്തിലും ആഹ്ലാദിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല. കാരണം ഈ ഭൂമിയിൽ നാം ജനിച്ചിരിക്കുന്നത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ്. തന്നിരിക്കുന്ന സമയം അതിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തി ദൈവം നൽകിയ കഴിവ് അതിന്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ച് ഈ ലോക ജീവിതം സുന്ദരമാക്കി നാം എല്ലാവരും കടന്നു പോകാനുള്ളവരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം ഫറോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ദേശത്തെ കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കടന്നുപോയതിന്റെ അന്ന് സംഹാരദൂതൻ വന്ന് ഈജിപ്തിലെ ആദ്യജാതന്മാരെ നശിപ്പിക്കുകയും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുകയും ചെയ്ത പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ മക്കളുടെ ഓർമ്മയാചരണത്തിന്റെ ഭാഗമായി പെസഹ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരണം വരിക്കുവാൻ സന്നദ്ധത കാണിച്ച ഈശോ തമ്പുരാന്റെ മരണത്തിന്റെ ഓർമ്മയാചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരണാനന്തരം മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത യേശുവിന്റെ മഹത്വപൂർണമായ ഉത്ഥാന തിരുനാളിന് ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഏലിയാമ്മച്ചിയെടുത്തി നമ്മിൽ നിന്നും യാത്രയാവുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യപ്പെട്ട ഒരു അമ്മച്ചിയായിരുന്നു ഇത്. നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചു. ജോർജ് ഏട്ടൻ മേലാതിരിക്കുന്ന ഈ തന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിരന്തരം വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു.
ജീവിത പങ്കാളിയെ ഇതുപോലെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ പലപ്പോഴും വളരെ കുറവാണ്. തന്റെ ജീവിത പങ്കാളിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും തന്റെ കഴിവിന്റെ പരിപൂർണമായ അവസ്ഥയിൽ ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്ത ജോർജേട്ടന്റെ ഭാര്യയാകാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എലിയാമ്മച്ചേടത്തിയുടെ ഭാഗ്യമാണ്, അനുഗ്രഹം. ദൈവം 5 നല്ല മക്കളെ നൽകി അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് അവരെ വളർത്തി എപ്പോഴും വലിയ മാതൃകയായി വലിയ സന്ദേശമായി ഈ ഭവനത്തിലിരുന്ന അമ്മച്ചി ഈ കുടുംബത്തിന്റെ വിളക്ക് തന്നെയായിരുന്നു. മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന, സ്നേഹത്തിന്റെ പ്രകാശത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന നല്ലൊരു മാർഗദർശി. നല്ല മക്കളെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഏതു തരത്തിൽ നോക്കിയാലും ഓരോ ദിവസവും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അനുഗ്രഹങ്ങളും പുരോഗതിയും ഈ കുടുംബത്തിന് ദൈവം നൽകുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ സാന്നിധ്യം കുടുംബത്തെയും തലമുറയെയും അനുഗ്രഹത്തിലേക്ക് നയിക്കും. പ്രാർത്ഥിക്കുകയും ഈശ്വര വിശ്വാസത്തിൽ അങ്ങേയറ്റം വളരുകയും ചെയ്തുകൊണ്ട് മക്കൾക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഈ അമ്മച്ചി ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. പലപ്പോഴും അതിനുവേണ്ടി ശുദ്ധീകരണത്തിന്റെ നാളുകളിൽ കഴിയുന്നതിനെയാണ് സഹനസഭ എന്ന് നമ്മൾ പറയുന്നത്. ശുദ്ധീകരണത്തിന്റെ നാളുകൾ തീർന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഈശോയോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്ന ആ കൂട്ടായ്മയാണ് വിജയസഭ എന്ന് നമ്മൾ പറയുക. ഈ 3 സഭകളുടെയും കൂടി കൂട്ടായ്മയാണ് സഭ എന്ന് പറയുക. അക്കാരണത്താൽ തന്നെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ ഈ അമ്മച്ചിക്ക് സാധിക്കും. നമുക്ക് ഈ അമ്മച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ, ബലഹീനതകൾ, പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ സാദരം ക്ഷമിച്ച് ഈ അമ്മച്ചിയുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്നും അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് ഈ അമ്മച്ചിയെ അർഹയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും മാത്രമേ നമുക്ക് കഴിയൂ. എന്താണ് ഈ അമ്മച്ചി ഉദ്ധാനം ചെയ്യുമെന്നുള്ളതിന്റെ ഉറപ്പ്? പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു സംശയം തോന്നാം. നമുക്ക് വേണ്ടി നേരത്തെ മരിച്ച് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ ഉത്ഥാനത്തിന്റെ അച്ചാരം എന്ന് പറയുക. അവനോടുകൂടി ജീവിച്ചവൻ അവനോടുകൂടി മരിക്കും, അവനോടുകൂടി ഉയർപ്പിക്കുകയും ചെയ്യും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തവൻ മരിച്ചാലും ജീവിക്കും. എന്റെ വചനം പാലിക്കുകയും എന്റെ കൽപ്പനകൾ അന്യോന്യം അനുസരിക്കുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കുമെന്ന യേശുവിന്റെ വാഗ്ദാനം ദൈവവചനം വായിച്ചും പാലിച്ചും ജീവിച്ച ഈ അമ്മച്ചി കുദാശ സ്വീകരണങ്ങളിലൂടെ യേശുവിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്ത ഈ അമ്മച്ചി നിത്യജീവന്റെ അവകാശിയാണ്. ആ നിത്യജീവൻ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ജോർജേട്ടനെയും മക്കളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് മറിയത്തെ ആശ്വസിപ്പിച്ച ദൈവം തീർച്ചയായും ഈ അമ്മച്ചിയെ ഉത്ഥാനത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കും. ഈ കുറവ് പരിഹരിക്കുവാൻ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. അമ്മച്ചിയുടെ ഓർമ്മ എന്നും തെളിഞ്ഞ് നമ്മുടെ മനസ്സിൽ നിൽക്കും. അത് എത്ര വർഷം കഴിഞ്ഞാലും ആ ഓർമ്മയിൽ നമുക്ക് ജീവിക്കാം. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അമ്മച്ചിയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും
ജീവനും ഉയരും ഞാനാകുന്നു. കരയരുദേവം കരുണയുടന്തികമാർന്ന അഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ.